രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കഴിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീനുകളുടെ അളവും മറ്റു പോഷകമൂല്യങ്ങളും ഉയർന്ന അളവിലായിരിക്കും ലഭിക്കുന്നത്. എല്ലുകളുടെ ബലത്തിനും കൊളസ്ട്രോൾ, ഷുഗർ, തടി കുറയ്ക്കുന്നതിനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പയർവർഗ്ഗങ്ങൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അവയിൽ പ്രധാനപ്പെട്ടതാണ് കടല. പ്രോട്ടീൻ്റെ നല്ലൊരു ഉറവിടമാണ് കടല. പ്രോട്ടീൻ മാത്രമല്ല, ഫൈബർ, വിറ്റാമിനുകൾ, അയൺ, നല്ല കൊഴുപ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ് കടല. കടല ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത കടല വേണം കഴിക്കാൻ. പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയ കുതിർത്ത കടല പ്രമേഹമുള്ളവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. കടലയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സും കുറവാണ്. അതിനാൽ പ്രമേഹമുള്ളവർക്ക് കടല ഡയറ്റിൽ ഉൾപ്പെടുത്താം. അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത്, ആരാണോ ഒരു തവണ ഭക്ഷണത്തിൽ 200 ഗ്രാം കടല കഴിക്കുന്നുവോ അവരിൽ കടല കഴിക്കാത്തവരെക്കാൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറവായിരിക്കുന്നു എന്നാണ്. അടുത്തത്, കലോറി വളരെ കുറഞ്ഞതും പോഷകങ്ങൾ ധാരാളം അടങ്ങിയതുമായ കുതിർത്ത കടല തടി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഫൈബർ ധാരാളം അടങ്ങിയ കടല വിശപ്പിനെ നിയന്ത്രിക്കുകയും കൊഴുപ്പിനെ എരിയിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത്, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുക എന്നതാണ് കടലയുടെ അടുത്ത ഗുണം. ഇതിന് കുതിർത്ത കടല ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാൽഷ്യം, വൈറ്റമിൻ കെ എന്നീ പോഷകങ്ങൾ ഉള്ളതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ബലത്തിനും വളരെ നല്ലതാണ് കുതിർത്ത കടല. ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, വൈറ്റമിൻ സി എന്നിവയുള്ളതിനാൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് കുതിർത്ത കടല. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ BP ഉള്ളവർക്ക് BP കുറയ്ക്കുന്നതിന് കടല ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 1 കപ്പ് കടലയിൽ, അതായത് 50 ഗ്രാം കടലയിൽ 46 കലോറിയും 15 ഗ്രാം കാർബോഹൈഡ്രേറ്റുകളും 5 ഗ്രാം ഫൈബറും 10 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. കുതിർത്ത കടല കഴിക്കുന്നതിലൂടെ ദഹന വ്യവസ്ഥ ശക്തമാവുകയും ഉപാചയം സ്ഥിരപ്പെടുകയും ചെയ്യുന്നു. മെറ്റബോളിസത്തിൻ്റെ വർധനവ് കാരണം ശരീരത്തിന് മുൻപത്തേതിനേക്കാൾ വേഗത്തിൽ കൊഴുപ്പ് ഊർജ്ജമായി ഉപയോഗിക്കാൻ കഴിയുന്നതിലൂടെ അമിത കൊഴുപ്പ് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇതുകൂടാതെ വെജിറ്റേറിയൻസായ ആളുകൾക്ക് അയൺ നൽകുന്ന മികച്ച ഉറവിടമാണ് കുതിർത്ത കടല. ഇത് രക്തക്കുറവുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുന്നു. അതിനാൽ വിളർച്ച എന്ന അസുഖമുള്ളവരെല്ലാം കുതിർത്ത കടല ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ ഏറ്റവും നല്ല മികച്ച ഭക്ഷണമാണ് കുതിർത്ത കടല. അടുത്തത്, വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ചർമ്മത്തിലാണ്. ചർമ്മത്തിലെ ചുളിവുകളും വരകളുമൊക്കെയാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. ഇപ്പോഴത്തെ ജീവിതശൈലി മാറ്റങ്ങൾ മൂലം 30 വയസ്സിന് മേൽ പ്രായമാകുമ്പോൾ തന്നെ മുഖത്ത് ചുളിവുകളും പാടുകളും പ്രത്യക്ഷപ്പെടുന്നത് സാധാരണയാണ്. ഭക്ഷണത്തിൽ നിന്ന് ശരിയായ പോഷകങ്ങൾ ലഭിക്കാത്ത പക്ഷം ഇത്തരം ലക്ഷണങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങും. കുതിർത്ത കടലയിൽ മാംഗനീസ് ഉള്ളതിനാൽ ഇത് ചർമ്മത്തിലുണ്ടാകുന്ന അകാല വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയാൻ സഹായിക്കുന്നു. കൂടാതെ ചുളിവുകൾക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടുകയും ചെയ്യുന്നു. ഇനി ആരോഗ്യമുള്ള തലമുടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡയറ്റിൽ കുതിർത്ത കടല ഉൾപ്പെടുത്തുക. ഇതിലെ വൈറ്റമിൻ എ, B6, സിങ്ക്, മാംഗനീസ് തുടങ്ങിയ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും പോഷകാഹാര നിലയെ നിയന്ത്രിച്ചു നിർത്തുകയും നല്ല മുടിയഴക് സമ്മാനിക്കുകയും ചെയ്യുന്നു. ഇത് മുടിയുടെ അകാല നരയെ തടയുന്നതിന് ഏറ്റവും അധികം സഹായിക്കുകയും ചെയ്യുന്നു. കുതിർത്ത കടല പതിവായി കഴിക്കുന്നത് മൂലം വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഫാറ്റി ആസിഡായ ബ്യൂട്ടൈറേറ്റിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൻകുടൽ ക്യാൻസർ, സ്തനാർബുദം, ശ്വാസകോശാർബുദം എന്നിവയുടെ സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഏത് ഭക്ഷണമായാലും അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ മാത്രമേ ശരീരത്തിന് ഗുണം ലഭിക്കുകയുള്ളൂ. രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കഴിക്കുന്ന കടലയിൽ നിന്നും ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീനുകളുടെ അളവും മറ്റു പോഷകമൂല്യങ്ങളും ഉയർന്ന അളവിലായിരിക്കും ലഭിക്കുന്നത്. കുതിർത്ത കടല കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുക. ഇത് നിങ്ങളെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായിരിക്കാൻ സഹായിക്കും. കടല കുതിർക്കാനായി 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇനി ചെറിയ ചൂടുള്ള വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ 4-5 മണിക്കൂർ വെച്ചാൽ മതിയാകും.
കടല ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നല്ലതാണ് എങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളുള്ളവർ കടല കഴിക്കുന്നത് ഒഴിവാക്കണം. നിങ്ങൾക്ക് വയറിളക്കത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുള്ളവർ, ഉയർന്ന യൂറിക് ആസിഡ്, സന്ധിവാതം എന്നിവയുണ്ടെങ്കിൽ, വൃക്കയിൽ കല്ലുണ്ടെങ്കിൽ കടല ഒഴിവാക്കുക. അല്ലാത്തവർക്കൊക്കെ കടല കഴിക്കാവുന്നതാണ്. കടല മുളപ്പിച്ച് കഴിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആരോഗ്യ ഗുണങ്ങൾക്കായി കടല ഈ രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്